നോഹയുടെ കാലത്തെ പ്രളയത്തിന്റെ കഥ എന്ന ഒരു വെണ്ടർ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടില്ലേ? അത് കേൾക്കുമ്പോൾ ആ കഥ കേൾക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ മനസ്സിലൂടെ ഓടി ഇങ്ങനെ മിന്നിമായി. ഭൂമി പ്രളയത്തിൽ മുങ്ങണമെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും 8.84 കിലോമീറ്റർ ഉയരത്തിൽ വെള്ളം പൊങ്ങണം. അത്രയും മഴ പെയ്യാനുള്ള നീരാവി ഭൂമിയുടെ അന്തരീക്ഷത്തിലില്ല. എന്തിന്, ഈ സൗരയൂഥത്തിൽ പോലും ഇല്ല. ഭൂമിയിൽ 4 ലക്ഷം സ്പീഷീസ്, സസ്യങ്ങളും അത്ര തന്നെ ജീവികളുമുണ്ട്. ഈ ജീവികളിൽ നിന്നല്ല ഒരാണിനെയും ഒരു പെണ്ണിനെയും അവയ്ക്കുള്ള ഭക്ഷണവും ഒരു പെട്ടകത്തിൽ പോയിട്ട് 10,000 ടണ്ണ് കേവ് ഭാരമുള്ള 10 കപ്പലിൽ പോലും കൊള്ളത്തില്ല. പിന്നെ എങ്ങനെയാണ് നോഹ ഒരു പെട്ടകത്തിൽ ഇതെല്ലാം കൂടെ കൊള്ളിച്ചത്? ഇത്രയും വെള്ളം വന്നാൽ സമുദ്രനിരപ്പും എവറസ്റ്റിന്റെ ജലനിരപ്പും ഒരേപോലെ ആവും. പിന്നെ എങ്ങോട്ടാണ് ഈ വെള്ളം ഇറങ്ങുന്നത്? ധ്രുവപ്രദേശത്തെ കിലോമീറ്ററുകൾ കനമുള്ള ഐസ് മുഴുവൻ ഉരുകും. സമുദ്രജലവും ശുദ്ധജലവും മിക്സായി ഉപ്പിന്റെ സാന്ദ്രത തകരും. ജലജീവികളെല്ലാം ചത്തുപോകും. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ദൈവം രൂപപ്പെടുത്തിയ ഈ മനോഹരമായ ഭൂമിയിലെ ആവാസ വ്യവസ്ഥ തകർന്ന് തരിപ്പണമാകും. ഈ വെള്ളം കുറയണമെങ്കിൽ ആയിരക്കണക്കിന് വർഷം മഴ പെയ്യാതെ വെയിൽ തെളിയണം. ഈ നീരാവി എല്ലാം എവിടെ സംഭരിക്കപ്പെടുമ്പോൾ? പെട്ടകത്തിൽ കയറ്റാനുള്ള ജീവികളിൽ നല്ലൊരു പങ്കും അതിന്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് വെളിയിൽ വരുമ്പോഴേക്കും ചത്തുപോകത്തില്ലേ?